ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു BGM വെച്ചൊരു ഷെയ്ക്ക് എഫ് വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അഡൈറ്റ്മോഷൻ ആണ്. വീഡിയോയെക്കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂകളുള്ള ശ്രദ്ധയിടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്കൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അഡൈറ്റ്മോഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതൊരു ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ തന്നെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായും കാണാൻ സാധിക്കുന്ന 26-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ്. ഈ ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുക. ഈ ലിങ്ക് യൂസ് ചെയ്തിട്ട് അതിനകത്ത് ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 2 ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണം. അത് ലിങ്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത ശേഷം ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഇതിനകത്ത് ആദ്യത്തെ 3 സ്ഥലത്ത് ഗ്രൂപ്പുകളാണ് ആടിയിരിക്കുന്നത്. ആദ്യത്തെ കാണുന്നുള്ളൂ 3 സ്ഥലത്ത് ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് നമുക്ക് ആദ്യം ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ആദ്യത്തെ 3 ഗ്രൂപ്പിലും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു PNG ഇമേജ് കൂടി വേണം. അതിനുശേഷം ബാക്കിയുള്ള സ്ഥലത്തെല്ലാം നോർമൽ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആദ്യം നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യണം. ആദ്യം അഡൈറ്റ്മോഷൻ തന്നെ എഡിറ്റ് ചെയ്യാം. അതൊരു ഫോട്ടോ. അതിനായിട്ട് അഡൈറ്റ്മോഷൻ്റെ ഹോം പേജ് എടുക്കുക. ഹോം പേജ് എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് 9.16 ആസ്പെക്ട് സെലക്ട് ചെയ്യുക. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ ചെന്നിട്ട് നമുക്ക് ഒരു ഫോട്ടോ ഗാലറിയിലുള്ള നിങ്ങൾ എഡിറ്റ് ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ ആഡ് ചെയ്ത ശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. ഇതാക്കി കൊടുത്ത ശേഷം ഇത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യണം. അതിനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിനകത്ത് കറണ്ട് ഫ്രെയിം ആസ് PNG ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ഫോട്ടോ മാത്രം, ഇതുപോലെ മാത്രം മതി. ഒരു ഫോട്ടോ മാത്രം കാണുന്നുണ്ടല്ലോ. അടുത്താണ് നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ PNG ഫോട്ടോയാണ്. അത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് എഡിറ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എടുക്കുക. ആപ്ലിക്കേഷൻ എടുത്ത ശേഷം ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് ഇവിടെ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ റൈറ്റ് സൈഡിൽ കുത്തിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുന്നത് ഗാലറി ചെല്ലുന്നതാണ്. ഗാലറി ചെന്ന ശേഷം നമ്മൾ നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നോർമൽ ഫോട്ടോ ഗാലറി ഓപ്പൺ ആയിട്ട് വരട്ടെ. ഓപ്പൺ ആയി വന്ന ശേഷം നമ്മളിവിടെ ഈ ഏതെങ്കിലും ഒരു ഫോട്ടോ നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൊടുത്ത ശേഷം മുകളിൽ സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് താഴെയായിട്ട് 3ാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കത് PNG ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഒരു PNG ഫോട്ടോയും ആദ്യം കാണിച്ച അഡൈറ്റ്മോഷൻ എഡിറ്റ് ചെയ്ത ഒരു ഫുൾ സൈസിലെ 9.16 ആസ്പെക്ട് ഫോട്ടോ നമുക്ക് ആവശ്യമാണ്. അതിനുശേഷം നമ്മൾ 26-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ടേബിൾ ഓപ്പൺ ചെയ്യുക. ചെയ്ത ശേഷം നമുക്ക് ആദ്യം കൊടുത്തിരിക്കുന്ന 3 ഗ്രൂപ്പുകളുണ്ട്. സ്റ്റാർട്ടിങ് മേളിൽ താഴോട്ട് നോക്കുക. ഫസ്റ്റിലത്തെ ഗ്രൂപ്പ് കാണുന്നുണ്ടല്ലോ. ആ ഫസ്റ്റിലത്തെ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റിലത്തെ ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പ് 3ാമത്തെ ഗ്രൂപ്പ് ഓരോ ബീറ്റ് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ റെഡ് ലൈൻ കൊടുക്കുന്നതാണ് ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുക. എഡിറ്റ് ഗ്രൂപ്പ് എടുത്ത ശേഷം സ്റ്റാർട്ടിങ് വന്നിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെന്നിട്ട് നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്ത അഡൈറ്റ്മോഷൻ എഡിറ്റ് ചെയ്യുന്ന ഫുൾ സൈസ് ഫോട്ടോ ഉണ്ടല്ലോ 9.16 അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ലെങ്ത് എൻഡ് വരെ എത്തിക്കുക. എൻഡ് വരെ എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോട്ടോ ഡ്രാഗ് ചെയ്തിട്ട് താഴെ ഗ്രീൻ ലെയറിൻ്റെ താഴെ കൊണ്ടുവെക്കുക. ഇത്രയും മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പും സെലക്ട് ചെയ്യുക. ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 സെക്കൻഡ് 0.6 മില്ലി സെക്കൻഡ് എത്തിയിട്ട് അടുത്ത ഗ്രൂപ്പും സെലക്ട് ചെയ്യാം. ആ സെയിം ഫോട്ടോ തന്നെ കൊടുക്കുക. എഡിറ്റ് ഗ്രൂപ്പ് എടുത്ത ശേഷം മുമ്പ് ചെയ്ത പോലെ തന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെന്നിട്ട് നമ്മൾ ആ സെയിം ഫോട്ടോ തന്നെ കൊടുക്കുക. കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്ത് അതിൻ്റെ എൻഡ് വരെ എത്തിക്കുക. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് താഴെ കൊണ്ടുവെക്കുക. ഇത്രയും മാത്രം കൊടുക്കുക. ബാക്ക് അടിക്കുക. അതുപോലെ തന്നെ 3ാമത്തെ ഗ്രൂപ്പ് 4 സെക്കൻഡ് 12 മില്ലി സെക്കൻഡ് എത്തിയിട്ട് താഴോട്ട് മാറ്റുക. ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. എടുത്ത ശേഷം സ്റ്റാർട്ടിങ് വന്നിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. ആ സെയിം ഫോട്ടോ തന്നെ 3 ഗ്രൂപ്പിൽ നമ്മൾ ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞു മനസ്സിലായല്ലോ.
എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. കറക്റ്റായിട്ട് 3 ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ സ്റ്റാർട്ടിങ്ങിലുള്ള 3 ഗ്രൂപ്പിലായിട്ടാണ് 3 ഫോട്ടോസുകൾ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വരുന്ന കാണാൻ സാധിക്കും. അടുത്ത സ്ഥലത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് PNG ഇമേജാണ്. നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ 6 സെക്കൻഡ് 22 മില്ലി സെക്കൻഡ് എത്തിയിട്ട് ആ ഗ്രീൻ ലെയർ കാണുന്നുണ്ടല്ലോ, ആ ഗ്രീൻ 2 ലെയറിലും സെയിം ഫോട്ടോ തന്നെ കൊടുക്കുക. ഒരു ലെയർ ക്ലിക്ക് ചെയ്യുക, കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറി ചെല്ലുന്നതാണ്. ചെന്ന ശേഷം നമ്മൾ PNG ഫോട്ടോ എഡിറ്റ് ചെയ്ത PNG ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ PNG ഫോട്ടോ അവിടെ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തെ കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലെയർ ഉണ്ടല്ലോ, താഴെ കൊടുത്തിരിക്കുന്ന ആ ലെയറിലും ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറി ചെല്ലുന്നതാണ്. ഇവിടെ ആ സെയിം PNG ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മാത്രം കൊടുക്കുക. ഇത്ര മാത്രം മനസ്സിലായല്ലോ. ഇനി നമ്മൾ പ്ലേ ചെയ്യുന്നത് പ്രിവ്യൂ കാണുന്ന രീതി നിങ്ങൾക്ക് ഇതുപോലെ താഴെ നിന്ന് മുകളിലോട്ട് ഫോട്ടോ വരുന്നതായിരിക്കും. ബാക്കി സ്ഥലത്തൊക്കെ നോർമലായിരിക്കുന്ന ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനായിട്ട് നമുക്ക് നെക്സ്റ്റ് റെഡ് ലൈൻ എത്തിയ ശേഷം ഏകദേശം 8 സെക്കൻഡ് 28 മില്ലി സെക്കൻഡ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെന്നിട്ട് ഗാലറി കൊടുത്തിരിക്കുന്ന ഓരോ ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്തിട്ട് ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. നെക്സ്റ്റ് റെഡ് ലൈൻ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളിയുക. വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എൻഡ് വരെയുള്ള സ്ഥലത്ത് ഇതുപോലെ തന്നെ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് എൻഡ് വരെയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞു മനസ്സിലായല്ലോ. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. ഞാൻ എൻഡ് വരെയും കാണിക്കുന്നില്ല. 3 ഫോട്ടോ 3-4 ഫോട്ടോ മാത്രമേ കാണിക്കുള്ളൂ. ഇതുപോലെ എൻഡ് വരെയും കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്ക് ഇതിന് എഫക്റ്റ് കൊടുക്കണമല്ലോ. അതിനാണ് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയുടെ താഴെയുടെ ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ എഫക്റ്റ് മുഴുവൻ കോപ്പി എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഫോട്ടോയിലും അപ്ലൈ കൊടുക്കുക. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി. പറഞ്ഞു മനസ്സിലായല്ലോ. ഓരോ ലെയർ ആഡ് ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഇൻഡി വരെ ഉള്ളവർക്ക് ഫോട്ടോകൾക്ക് കറക്റ്റായിട്ട് കൊടുക്കുക. ഇൻഡി വരെ ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കാൻ മറന്നുപോലെ. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. കൊടുത്ത ശേഷം നമുക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന 2 റെക്റ്റാങ്കിൾ കാണുന്നുണ്ടല്ലോ, ആ 2 റെക്റ്റാങ്കിളും എല്ലാ ഫോട്ടോ ആഡ് ചെയ്ത ശേഷം ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് എല്ലാ ഫോട്ടോയും മുകളിൽ കൊണ്ട് വെക്കുക. അടുത്ത റെക്റ്റാങ്കിൾ ഡ്രാഗ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിൽ കൊണ്ട് വെക്കുക. ഇത്രയും ചെയ്യാൻ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. എൻ്റെ വരെയുള്ള ഫോട്ടോകളും ആഡ് ചെയ്ത് കൊടുക്കുക, എഫക്റ്റ് കൊടുക്കുക, റെക്റ്റാങ്കിളും ഡ്രാഗ് ചെയ്ത് മുകളിൽ വെക്കുക. സേവ് ചെയ്യേണ്ട മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.